ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ലൊരു കടലക്കറിയുടെ റെസിപ്പിയാണ്. തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ വറുത്തരച്ച കടലക്കറിയുടെ രുചിയിലുള്ള ഒരു കറി തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് അളവിൽ കടലയെടുത്ത് അത് തലേദിവസം നന്നായി കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചെടുത്തതാണ്. രാവിലെ അത് ഇതേപോലെ കുക്കറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നികന്ന് നിൽക്കുന്നൊക്കെ രീതിയിലാണ് ഞാൻ വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കണം. ഒരു മീഡിയം സൈസിലുള്ള സവോള, 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, തേങ്ങ ഇതേപോലെ ചെറിയ കൊത്താക്കി എടുത്തത്. ഇത്രയും സാധനങ്ങൾ ഈ കടലയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇതിൽ തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് ഈ കറിക്ക് എക്സ്ട്രാ കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കുക്കർ അടച്ച് 8-10 വിസിൽ വെച്ച് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാം. ഓരോ കുക്കറിൻ്റെയും വേവുന്ന സമയം അല്ലെങ്കിൽ വിസിലിൻ്റെ എണ്ണമൊക്കെ വ്യത്യാസമായിരിക്കും. അതനുസരിച്ച് നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 10 വിസിൽ കൊടുത്താണ് ഇത് വേവിച്ചെടുത്തിരിക്കുന്നത്. കടല നല്ലതുപോലെ വെന്തിട്ടുണ്ടെങ്കിൽ കടലക്കറിക്ക് നല്ല രുചി കാണത്തുള്ളൂ. ഇതാ കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ള സവാളയും ബാക്കി കാര്യങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാനായി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക്, മുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. അത് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്കുള്ള പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. ഇത്രയും പൊടികൾ ചേർത്ത് ഈ പൊടികളുടെ എല്ലാം പച്ചമണം നന്നായി മാറി വരണം. ഫ്ലെയിം നന്നായി കുറച്ചിട്ടിട്ട് വേണം ഈ ഒരു സമയത്ത് പൊടികൾ ചൂടാക്കാൻ. പൊടികളെല്ലാം നന്നായി ചൂടായി ആ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിൽ നിന്ന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതിനെ ചെറിയൊരു പേസ്റ്റ് രൂപത്തിൽ ഇതേപോലെ ആക്കിയെടുക്കുക. അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കി കറിയുടെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ കറികളെല്ലാം അതായത് കടല വേവിച്ച വെള്ളവും കടലയെല്ലാം കൂടെ ഒറ്റയടിക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാതിരിക്കുക. ചെറുതായി ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം നമ്മൾ ബാക്കി വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും അതിലെ കറിയും എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് ഉപ്പ് ആവശ്യത്തിന് ഉള്ളത് ഈ ഒരു സമയത്ത് ക്രമീകരിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ആ കളറും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇതിന് നല്ല ഒരു വറുത്തരച്ച കടലക്കറിയുടെ ആ ഒരു ടേസ്റ്റും മണവും ഒക്കെ തന്നെയാണ്. പക്ഷേ നമ്മളിതിലേക്ക് തേങ്ങയൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഈ കടലക്കറിക്ക് നന്നായിട്ട് കൊഴുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന വേറൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കടല ചേർക്കുന്നതിന് മുമ്പായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയല്ലേ, അതിൽ നിന്നും 1 സ്പൂൺ കടല എടുത്തിട്ട്, അതായത് ഈ ഒരു തവിക്കുള്ളൊരു കടല എടുത്തിട്ട്, ടീസ്പൂൺ അല്ല ഈ ഒരു തവി അത്രയുള്ളൊരു കടല എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കടലക്കറിയുടെ ആ കറിക്ക് ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടും. ഇതിപ്പം ഒഴുകി നടക്കുന്ന ഒരു ചാറ്, അതായത് ഒഴുകുന്ന ആ ഒരു പരുവത്തിലുള്ളൊരു ചാറാണ്, അത്ര കട്ടിയില്ല ഗ്രേവിക്ക്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇന്ന് കറി എടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് നല്ല തിക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പൂണിൽ അളവിൽ കടല അരച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല തിക്ക് ഗ്രേവിയിലുള്ള കറിയും കിട്ടും. അപ്പോൾ തേങ്ങയൊന്നും ഇല്ലാതെ നല്ല വറുത്തരച്ച തേങ്ങ ചേർത്ത കടലക്കറിയുടെ രുചിയിലുള്ള ഒരു കറി പെട്ടെന്ന് തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.